ഹഷ്മി, ഡൽഹിയിൽ നിന്ന് വെള്ളപ്പുകയാണ് വരുന്നതെങ്കിൽ ആഘോഷിക്കാൻ തയ്യാറായി KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ പ്രവർത്തകർ വന്നിങ്ങനെ ചേരുന്നുണ്ട്. അവർ നേരത്തെ തന്നെ ഏതാണ്ട് ഒരു ഉച്ച കഴിഞ്ഞപ്പോൾ മുതൽ പ്രവർത്തകരുടെ ഒരു ഒഴുക്ക് ഇങ്ങോട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അവർ അങ്ങനെ തയ്യാറായി നിൽക്കുന്നുണ്ട്. അവരുടെ മുഖ്യമന്ത്രി സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ അവർ ഒരുക്കുന്നുണ്ട്. ആഹ്ലാദ പ്രകടനത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ അവർ നടത്തുന്നുണ്ടെന്നുള്ളതാണ് ശ്രദ്ധേയം. ഇതിൽ ഒരുപോലെ അവരും പ്രതീക്ഷ വയ്ക്കുന്നുണ്ട്. ഏത് നേതാക്കളാകട്ടെ കോൺഗ്രസിൻ്റെ തീരുമാനമാണ്, അതുപോലെ ഉൾക്കൊള്ളുമെന്നാണ് അവരുടെ ഒരു പൊതുവികാരമായി അവർ പറയുന്നത്. ആ തരത്തിൽ അത് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയം. എന്തുണ്ട്, എങ്ങനെ കാണുന്നു ഈ ഒരു പ്രതീക്ഷ? അവസാന നിമിഷം ഇപ്പോൾ ഒരുപക്ഷെ പ്രഖ്യാപനം വരുമെന്ന്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയും ഖാർഗെജിയും തമ്മിലുള്ള ചർച്ചയാണ്. തീർച്ചയായും ഇന്ന് അല്പസമയത്തിനുള്ളിൽ തന്നെ ഹൈക്കമാൻഡിൻ്റെ പ്രഖ്യാപനം വരും. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്തായാലും കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർ ആകാംക്ഷയിലാണ്. ഇന്ന് രാത്രിയോടുകൂടി കേരളത്തിനൊരു പുതിയ മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. എല്ലാവരും ആ പ്രതീക്ഷയില്ല. മൂന്ന് നേതാക്കളിൽ ആരെ തീരുമാനിച്ചാലും മറ്റു അവസരമൊന്നും ഉണ്ടാവില്ല. ഒന്നുമില്ല. ഹൈക്കമാൻഡ് കോൺഗ്രസ് സ്വീകരിക്കും. ആര് വന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് വന്നു കഴിഞ്ഞാൽ ഹൃദയത്തിൽ ചേർത്ത് സ്വീകരിക്കും. പ്രകടനത്തിനുള്ള പരിപാടികളൊക്കെ പരിപാടികൾ ഞങ്ങൾ സെറ്റായി. എല്ലാത്തിനും മേലെ പാർട്ടിയാണ്. പാർട്ടി എന്താണോ പറയുന്നത്, ഹൈക്കമാൻഡ് എന്താണോ പറയുന്നത്, അതാണ് ഞങ്ങളുടെ തീരുമാനം. അതെ, പ്രവർത്തകരൊക്കെ ഉണ്ട് ഇവിടെ. എന്തുണ്ട്, ഒരുപക്ഷെ പ്രഖ്യാപനം ഉടനെ വരുമെന്നാണ് പ്രതീക്ഷിച്ച് ഞങ്ങൾ നിൽക്കുന്നത്. രാവിലെ ഇവിടെ നിൽക്കുകയാണ്. ഹൈക്കമാൻഡിൻ്റെ തീരുമാനം എന്തായാലും ഞങ്ങൾ അംഗീകരിച്ചേ പറ്റൂ. അത് അംഗീകരിക്കേണ്ട ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തി. അങ്ങനെ പക്ഷമൊന്നുമില്ല. എത്തി വേറെ പ്രശ്നമില്ല. ഇപ്പം പ്രധാനമായും നയിച്ചയാൾ വരട്ടെ എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ആരാണെങ്കിലും കുഴപ്പമില്ല, ആര് വന്നാലും കുഴപ്പമില്ല. ഹൈക്കമാൻഡ് തീരുമാനിക്കുന്ന ആര് വന്നാലും നമ്മൾ അവരോട് നിൽക്കും. ആഹ്ലാദ പ്രകടനത്തിനുള്ള സജ്ജീകരണങ്ങളൊക്കെ പൂർത്തിയായിട്ട് ഉണ്ട്. എങ്ങനെ കാണുന്നു ആ ഒരു പ്രഖ്യാപനത്തെ? എങ്ങനെ കാണുന്നു? നമ്മൾ വളരെ പ്രതീക്ഷയോടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ നല്ല കറപ്ഷൻ ഇല്ലാത്ത ഏറ്റവും നല്ല ഭരണമായിരിക്കും നമ്മുടെ UDFൻ്റെ ഗവൺമെൻറ്. എന്തായാലും ഇവിടെ നല്ലൊരു ചീഫ് മിനിസ്റ്ററും ഉടനെ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും. തെരഞ്ഞെടുപ്പ് വിധി വന്ന് 9 ദിവസം പിന്നിട്ട്. അപ്പോൾ ഒരു കാലതാമസം എടുത്തതിൽ വലിയ അനിഷ്ട പ്രവർത്തകർക്കൊക്കെ ഉണ്ട്. ഇല്ല, നമുക്ക് അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലൊന്നും ചിന്തിക്കേണ്ടതായിട്ടില്ല. ഏറ്റവും നല്ലൊരു ഭരണമായിരിക്കും നമുക്കിനി വരാൻ പോകുന്നത്. നമ്മൾ വളരെ പ്രതീക്ഷയോടെയാണ് നമ്മുടെ ചീഫ് മിനിസ്റ്റർ ആരായിരിക്കുമെന്ന് വളരെ പ്രതീക്ഷയോടെയാണ് ഓരോ UDF പ്രവർത്തകരും. കാലതാമസത്തിന്റെ ബുദ്ധിമുട്ടൊക്കെ അങ്ങ് മാറും പ്രഖ്യാപനത്തോടെ. ഇല്ല, തീർച്ചയായിട്ടും. ഹഷ്മി, അതാണ് അവർ പറയുന്നത്. ആരാണെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കും എന്നൊരു മാനസികാവസ്ഥയിലേക്ക് പ്രവർത്തകർ എത്തിയിട്ടുണ്ട്. അവരങ്ങനെ അത് കാത്തു നിൽക്കുകയാണ്. ഇതിൽ 3 നേതാക്കൾ, അതായത് ഈ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുമ്പോൾ 3 നേതാക്കൾ ഒരുപോലെ പ്രതീക്ഷ വയ്ക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഇപ്പോൾ രാഹുൽ ഗാന്ധി ഖർഗെയുടെ വസതിയിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ്. ഒരുപക്ഷെ കേരളത്തിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിന് മുന്നോടിയായിട്ട്, അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഏറ്റവും അവസാനത്തെ ചർച്ച, ഏറ്റവും അന്തിമമായിട്ടുള്ള ചർച്ചയാണ് ഇതെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഈ അവസാന സമയത്തേക്ക് എത്തുമ്പോൾ നമ്മൾ 3 ക്യാമ്പുകളിലെ പ്രധാനപ്പെട്ട ആളുകളുമായൊക്കെ സംസാരിച്ചു. 3 ക്യാമ്പ് ഒരുപോലെ അവിടെ VD സതീശന്റെ വീടിന് മുന്നിലാണോ എന്നറിയില്ല. അവിടെ VDക്കായി മുദ്ര, അതെ, വീടിന്റെ മുന്നിലാണ്. VDക്കായി രാവിലെ മുതൽ തന്നെ നേതാക്കൾ പ്രവർത്തനം അങ്ങോട്ടേക്ക് അണിചേർന്ന് എത്തുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന അടിയുറച്ച കോൺഫിഡൻസിലാണ് അവർ എത്തുന്നത്. നമ്മളിപ്പോൾ VD ക്യാമ്പിലെ ആൾക്കാരെ വിളിച്ചാൽ അവർ ഉറപ്പിച്ച് പറയും VD തന്നെയാണ് മുഖ്യമന്ത്രി. KC ക്യാമ്പിലെ ആൾക്കാരെ വിളിച്ചാൽ അവരും പറയും KC തന്നെ മുഖ്യമന്ത്രി എന്ന് പറയും. അപ്പോൾ അങ്ങനെ എല്ലാ നേതാക്കൾക്കും അവരുടെ നേതാക്കൾ മുഖ്യമന്ത്രിയാകുമെന്ന അടിയുറച്ച കോൺഫിഡൻസ് ഉണ്ട്, അടിയുറച്ച ആത്മവിശ്വാസമുണ്ട്. അതിന് പറയാൻ അവർ കാരണമുണ്ട്. യഥാർത്ഥത്തിൽ അതൊക്കെ അസംഷൻസ് മാത്രമാണ്. യഥാർത്ഥത്തിൽ തീരുമാനിക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന ഒറ്റ രാഷ്ട്രീയ വ്യക്തി ആണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ആ പേര് രാഹുൽ ഗാന്ധിയുടെ മനസ്സിലുണ്ട്. അത് അല്പസമയത്തിനകം ഖർഗെയുടെ വീട്ടിലേക്ക് എത്തി അത് പറയുകയാണ്. അവിടെ ഇപ്പോൾ VD സതീശ നേതാവ് എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് VD സതീശൻ്റെ വീടിന് മുന്നിൽ പ്രവർത്തകർ അവിടെ നിൽക്കുകയാണ്. VD സതീശൻ മുഖ്യമന്ത്രിയെ ഉറപ്പിച്ചു എന്ന മട്ടിലാണ് ആ പ്രകടനങ്ങൾ എന്ന് കാണാം. 100 കണക്കിന് ആളുകൾ ഒക്കെ അത് എത്തുകയാണ്. കാര്യം രാവിലെ മുതൽ നമ്മൾ കാണുന്നു. രാവിലെ മുതൽ VD സതീശൻ പറവൂരിലെ വസതിയിലുണ്ട്. രാവിലെ മുതൽ തന്നെ ചെറിയ സംഘങ്ങളായി പ്രവർത്തനം അങ്ങോട്ടേക്ക് എത്തുന്നുണ്ടായിരുന്നു. പ്രാദേശിക നേതാക്കളടക്കം അവിടെയുണ്ട്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വലിയ പ്രതിഷേധങ്ങൾ നമ്മൾ കണ്ടു. പ്രതിഷേധമൊന്നുമല്ല, അതിൻ്റെ വലിയ പ്രകടനങ്ങൾ നമ്മൾ കണ്ടു. ആ പ്രകടനം അവസാനിച്ച യഥാർത്ഥത്തിൽ VD സതീശനും KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും അത്തരത്തിൽ ചേരിതിരിഞ്ഞുള്ള പ്രകടനങ്ങൾ വലിയ വിജയത്തിന് അന്തസ്സിനെ ബാധിക്കും എന്ന് പ്രവർത്തകരോട് പറഞ്ഞപ്പോഴാണ് സ്വിച്ചിട്ട പോലെ നിന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഫ്ലക്സുകളൊക്കെ എടുത്ത് മാറ്റി. പിന്നെയും 1-2 ചെറിയ ഫ്ലക്സുകൾ, 1-2 ചെറിയ ബാനറുകൾ ഒക്കെ ഇവിടെ കണ്ടുനോച്ച് നിർത്തിയാൽ നേതാക്കളുടെ ആഹ്വാനത്തോടുകൂടി പ്രവർത്തകർ ആ പരസ്യ പ്രതിഷേധങ്ങൾ അവിടെ നിർത്തി. സതീശന് വേണ്ടി അവിടെ വലിയ മുദ്രാവാക്യം വിളികൾ സതീശൻ്റെ വീടിന് മുന്നിൽ ഉയരുന്ന അണികൾ വലിയ ആവേശത്തിലാണ്. ഇപ്പോഴും പക്ഷേ നമുക്കറിയില്ല, നമുക്ക് ശരിക്കും അറിയില്ല കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ള കാര്യം. 3 ക്യാമ്പുകളും കോൺഫറൻസ് നിൽക്കുമ്പോൾ രാഹുൽ ഗാന്ധി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വീട്ടിലിപ്പോൾ ആ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഇതിനോടകം തന്നെ ആ പേര് 3-ൽ ഒരാളുടെ പേര് രാഹുൽ ഗാന്ധി ഖർഗെയോട് ഉറപ്പായും പറഞ്ഞിട്ടുണ്ട്. ആ തീരുമാനം പ്രഖ്യാപിക്കുമ്പോഴുള്ള പ്രോസ് ആൻഡ് കോൺസ് അവിടെ ചർച്ച ചെയ്യുകയാണ്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.